നമസ്കാരം സുഹൃത്തുക്കളെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ബാക്കിയാണ്. അതേ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 3/2026. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം ഏതാണ്? ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം ഏതാന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? അലുമിനിയം ആണ് കേട്ടോ. ലോഹം ഏതാണ്? അലുമിനിയം ആണ്. അപ്പൊ ഇവിടെ ഈ ഓക്സിജന്റെ പ്രത്യേകത എന്താണ്? ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. രണ്ടാമതായിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണ് ചോദിച്ചാൽ അത് സിലിക്കൺ ആണ്. ഓക്കെ, സിലിക്കൺ ആണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അലുമിനിയം ആണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഇരുമ്പാണ് കേട്ടോ. രണ്ടാം സ്ഥാനത്ത് ഇരുമ്പാണ്. പഠിച്ചോ? വ്യത്യാസം എന്താന്ന് പഠിച്ചോ? ഭൂമിയുടെ പുറന്തോടില് ഏറ്റവും സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അലുമിനിയം. രണ്ടാം സ്ഥാനത്ത് കാണപ്പെടുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ഇരുമ്പ്. ഇനി ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. രണ്ടാമത് കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് സിലിക്കൺ ആണ്. ഏതാണ് ഇവിടെ തന്നിട്ടുണ്ട്, കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. അതിന്റെ ഐസോട്ടോൺ ഏത് എന്നാണ് ചോദ്യം. ഐസോട്ടോൺ നമുക്ക് സാധാരണ പഠിക്കാനുള്ളത് ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ എന്നിവയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ഐസോടോപ്പ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം പഠിക്കുക അല്ലെ? ഐസോടോപ്പ് പഠിക്കും. പിന്നെ എന്ത് പഠിക്കും? ഐസോബാർ പഠിക്കും അല്ലെ? ഐസോബാർ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിക്കും? ഐസോട്ടോൺ പറയില്ലേ? കെമിസ്ട്രിയിൽ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പൊ ഐസോടോപ്പ് പറഞ്ഞാൽ എന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണ് അല്ലെ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമായിട്ടുള്ള മൂലകങ്ങളാണ് ഏത്? വ്യത്യസ്ത ഇവിടെ ഇതൊന്ന് നോട്ട് ചെയ്യണടാ. മാസ് കേട്ടോ, വ്യത്യസ്ത മാസ് നമ്പർ. എന്നാൽ ഇവിടെ ഐസോബാർ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ആയ മൂലകങ്ങളാണ് ഏത്? ഐസോബാർ എന്ന് പറയുന്നത്. ഇനി ഐസോട്ടോൺ പറഞ്ഞാൽ എന്താണ്? ഒരേ എണ്ണം ന്യൂട്രോണുകൾ ഉള്ളത് അല്ലെ? ഒരേ എണ്ണം ന്യൂട്രോണുകൾ ഉള്ളത് അല്ലെ? ഒരേ എണ്ണം ന്യൂട്രോണുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ എന്തായിരിക്കും അവിടെ? പ്രോട്ടോണും. ഒരേ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്തമായ പ്രോട്ടോണുകളും ഉണ്ടെങ്കിൽ അവയെ ഐസോട്ടോൺ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഈസ് ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ സെലിനിയം തന്നിട്ടുണ്ട് അല്ലെ? ജർമേനിയം ഉണ്ട്, സെലിനിയം. ഇവിടെ ജർമേനിയം തന്നു, ഇവിടെ ഏതാണ്? സെലിനിയം തന്നു. അപ്പൊ നമ്മൾക്ക് ഇവിടെ ചോദ്യം എന്താണ്? ഐസോട്ടോൺ ആണ് ചോദിച്ചത്. ഐസോട്ടോൺ പറഞ്ഞാൽ എന്താണ്? ഒരേ എണ്ണം ന്യൂട്രോണുകൾ കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ്. മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ജർമേനിയം തന്നിട്ടുണ്ട്. അതില് അറ്റോമിക നമ്പർ 32. അറ്റോമിക നമ്പറിന്റെ പ്രതീകം എന്താണ്? സെഡ്. ഇവിടെ മാസ് നമ്പർ തന്നിട്ടുണ്ട്. മാസ് നമ്പറിന്റെ അറ്റോമിക പ്രതീകം എ എന്നാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ 76 തന്നിട്ടുണ്ട് അല്ലെ? ഇങ്ങനെയല്ലേ പറയാ? അപ്പൊ ഇതെന്താണ് മക്കളെ? മാസ് നമ്പർ ആണ്. ഇതെന്താണ്? അറ്റോമിക നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ന്യൂട്രോണിന്റെ എണ്ണം അല്ലേ കാണേണ്ടത്? ന്യൂട്രോണിന്റെ എണ്ണം ആദ്യം കണ്ടുപിടിക്കണം. 76-ൽ നിന്നും 32 മൈനസ് ചെയ്യുക. 6-ന്ന് 2 പോയാൽ 4, 7-ന്ന് 3 പോയാൽ എത്രയാണ്? 4. 4 അല്ലേ? 5, 6, 7 അല്ലേ? 44. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 44 എന്ന് കിട്ടി. മനസ്സിലായോ? ന്യൂട്രോണുകളുടെ എണ്ണം ഇവിടെ ജർമേനിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം 44 കിട്ടി. അപ്പൊ ഇതേപോലെ മാസ് നമ്പർ
അറ്റോമിക് നമ്പർ കൊടുത്താൽ നമുക്ക് 44 ആൻസർ കിട്ടുന്നത് ഏതാണ്? സെലിനിയം ആണ് അല്ലെ. ഇവിടെ സെലിനിയം തന്നിട്ടുണ്ട് അല്ലെ. സെലിനിയം എത്രയാ മാസ് നമ്പർ തന്നിരിക്കുന്നത്? 78 തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ എത്ര തന്നിട്ടുണ്ട്? 34 തന്നിട്ടുണ്ട്. അപ്പൊ 78-ൽ നിന്നും 34 നമ്മൾ മൈനസ് ചെയ്യണം അല്ലെ. 34 മൈനസ് ചെയ്യുമ്പോ 44 കിട്ടി. കണ്ടോ? അപ്പൊ ഒരേ 44 വരുന്ന രണ്ടെത്തും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഐസോട്ടോൺ ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ അതായത് ആ മൂലകത്തില് ഒരേ എണ്ണം ന്യൂട്രോണുകളായിരിക്കും ഉണ്ടാവുക. ഒരേ എണ്ണം ന്യൂട്രോണുകൾ. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക നമ്പർ ആണ്. മേലത്തെയാണ് മാസ് നമ്പർ, താഴെയാണ് അറ്റോമിക നമ്പർ. മാസിനെ സൂചിപ്പിക്കുന്നത് എ എന്ന അക്ഷരത്തിലും അറ്റോമിക് നമ്പർ കൊടുക്കുന്നത് സെഡ് എന്നതാണ്. സെഡ് എപ്പോഴും അറ്റോമിക് നമ്പർ എപ്പോഴും താഴെയായിരിക്കും, മേലെയായിരിക്കും എപ്പോഴും മാസ് നമ്പർ. ഇനി ഐസോട്ടോപ്പ് എന്താന്ന് വെച്ചാൽ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? അപ്പോ ഇപ്പൊ നമ്മളിവിടെ ജർമേനിയം തന്നെ കൊടുക്കാം. ഒരേ അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ 15, ഇവിടെ നോക്കിക്കോ 28 കൊടുത്തു. ഇനി അടുത്ത ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇനിയിപ്പോ സെലിനിയം കൊടുത്തു. സെലിനിയം കൊടുക്കുമ്പോൾ ഒരേ അറ്റോമിക നമ്പർ ആയിരിക്കും അല്ലേ. അത് ഇവിടെ 15 തന്നെ കൊടുത്തു. പക്ഷെ ഇവിടെ 32 കൊടുത്തു. കണ്ടോ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമായിട്ടുള്ളതാണ് മൂലകങ്ങളാണ് ഐസോട്ടോൺ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഐസോബാർ നോക്ക്, ഒരേ മാസ് നമ്പർ. അതേപോലെ തന്നെ കൊടുത്തു ജർമേനിയം, അതുപോലെ തന്നെ നമുക്ക് സെലിനിയം കൊടുത്തു. ഒരേ മാസ് നമ്പർ. ഇവിടെ 32 കൊടുത്തു. ഇവിടെയും എന്ത് തന്നെയായിരിക്കണം? 32 തന്നെയായിരിക്കണം. എന്നാൽ വ്യത്യസ്ത അറ്റോമിക നമ്പർ. ഇവിടെ 8 ആയിരിക്കാം, ഇവിടെ എന്തായിരിക്കാം? 12 ആയിരിക്കാം. കണ്ടോ? ഇവിടെ വ്യത്യസ്ത അറ്റോമിക നമ്പറും ഒരേ മാസ് നമ്പറും വന്നപ്പോൾ അവിടെ ഐസോബാറായി. ഓക്കെ ആണോ? താഴെ പറയുന്ന ആൽക്കലോയിഡുകളെ കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ശരി അല്ലാത്തത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ശരിയാണോ ശരിയല്ലയോ എന്നായിരിക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ ആൽക്കലോയിഡുകളെ കുറിച്ച് പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് സി ആണ്. 2ഉം 4ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം പഠിച്ചു വെക്കുക ആൽക്കലോയിഡുകളെ കുറിച്ചിട്ട്. ഹെംലോക്ക് ചെടിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വിഷത്തിൽ കാണപ്പെടുന്ന വിഷ ആൽക്കലോയിഡ് കോനൈൻ ആണ്. മനസ്സിലായിക്കോ? ഹെംലോക്ക് ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വിഷത്തിൽ കാണപ്പെടുന്ന വിഷ ആൽക്കലോയിഡ് ഏതാണ്? കൊനൈൻ ആണ്. ഇനി അടുത്തത് മോർഫിൻ ഒരു ഫിനാൻത്രീൻ ആൽക്കലോയിഡ് ആണ്. പഠിച്ചു വെക്കണേ. മോർഫിൻ ഒരു എന്താണ്? ഫിനാൻത്രീൻ ആൽക്കലോയിഡ് ആണ്. ഇനി ഇവിടെ ചോദ്യം തെറ്റാൻ കാരണം എന്താണ്? ആൽക്കലോയിഡ് ക്വിനൈൻ പ്രധാനമായും പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ആൽക്കലോയിഡ് ക്വിനോൻ പ്രധാനമായും ഏത് ചികിത്സയ്ക്കാണ്? മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. ആൽക്കലോയിഡ് ക്വിനൈൻ പ്രധാനമായും കൊതുക് പരത്തുന്ന പ്ലാസ്മോഡിയം അല്ലെ. നമുക്കറിയാം മലേറിയ പകർത്തുന്ന രോഗകാരി ഏതാണ്? കൊതുകാണ് അല്ലെ. കൊതുക് വഴിയാണ് പ്ലാസ്മോഡിയം ആണ് അല്ലെ. ആ മലേറിയയുടെ ചികിത്സയ്ക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആൽക്കലോയിഡ് ക്വിനോയിൻ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സിങ്കോണ മരത്തിന്റെ തൊലിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? സിങ്കോണ മരത്തിന്റെ തൊലിയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ക്വിനൈന്, ആൽക്കലോയിഡ് ക്വിനൈൻ എന്ത് ചെയ്യുന്നത്? വേർതിരിച്ചെടുക്കുന്നത്. മലേറിയയ്ക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. രോഗകാരികളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മലേറിയയ്ക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന രോഗാണുകാരിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആൽക്കലോയിഡ് ക്വിനോയിൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ ബേബിയോസിസ് എന്ന രോഗത്തിന്റെ ചികിത്സയ്ക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. ഏതാണ്? ബേബിസിയോസിസ്. ഏതാണ്? ബേബിസിയോസിസ് എന്ന ചികിത്സയ്ക്കും ഏത് ഉപയോഗിക്കാറുണ്ട്? ആൽക്കലോയിഡ് ക്വിനൈന് ഉപയോഗിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളോട് മനസ്സിലാക്കിയല്ലോ. ഹെംലോക്ക് ചെടിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന വിഷത്തിൽ കാണപ്പെടുന്ന വിഷ ആൽക്കലോയിഡ് ക്വിനൈൻ ആണ്. ആൽക്കലോയിഡ് ക്വിനോൻ എപ്പോഴും മലേറിയ ചികിത്സയ്ക്കും ബേബിസിയോസിസ് ചികിത്സയ്ക്കുമാണ് ഉപയോഗിക്കുന്നത്. മോർഫിൻ ഒരു ഫിനാൻത്രീൻ ആൽക്കലോയിഡ് ആണ്. മോർഫിൻ എന്താണ്? ഒരു ഫിനാൻത്രീൻ ആൽക്കലോയിഡ് ആണ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ്?
കമ്പ്യൂട്ടേഷനിൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനത്തിനുമാണ് രസതന്ത്രത്തിലെ നോബൽ സമ്മാനം ലഭിച്ചത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ എന്ത് ചെയ്തു, ഇവരുടെ രണ്ടിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു 3D ഘടന, അതായത് ഒരു ത്രിമാന ഘടന പ്രോട്ടീനുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രോട്ടീനുകളുടെ ഒരു 3D ഘടന മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതായത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു 3D ഘടന കൊണ്ടുവരാൻ അതിനുവേണ്ടി പരിശ്രമിച്ചത്? ഈ മരുന്നുകളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടും രോഗങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻസൈമുകളുടെ നിർമ്മാണത്തിനും ഒക്കെ ഉദ്ദേശിച്ചിട്ട് വേണ്ടിയിട്ടാണ് ഈ സാങ്കേതിക വിദ്യ എന്ത് ചെയ്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്ന അമിനോ ആസിഡുകളുടെ ക്രമത്തിൽ നിന്നാണ് 3D ഘടന രൂപപ്പെടുന്നത് കേട്ടോ. ഈ 3D ഘടന എങ്ങനെയാണ് രൂപപ്പെടുക? പ്രോട്ടീനുകൾ നിർമ്മിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്? അമിനോ ആസിഡുകളുടെ ക്രമത്തിൽ നിന്നാണ് കേട്ടോ. അമിനോ ആസിഡുകളുടെ ക്രമത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? 3D ഘടന രൂപപ്പെടുന്നത് കേട്ടോ. അതായത് മരുന്ന് നിർമ്മാണത്തിന്, ചികിത്സയ്ക്ക്, പിന്നെ ഈ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്ന എൻസൈമുകളൊക്കെ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പ്യൂട്ടറും AI ഉപയോഗിച്ചിട്ട് പ്രോട്ടീനുകളുടെ 3D ഘടന രൂപകൽപ്പന ചെയ്തത്. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5-ാം പനി മൂലമുണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത എന്താണ്? കുട്ടികളിൽ 5-ാം പനി ബാധിച്ചാൽ ഏറ്റവും സാധാരണമായ സങ്കീർണത ഏതാണ്? ന്യൂമോണിയ ആണ് കേട്ടോ. ഏതാണ്? ന്യൂമോണിയ ആണ്. അതായത് ഈ 5-ാം പനി ബാധിച്ച കുട്ടികളിൽ എന്ത് ചെയ്യും? ഏറ്റവും ആദ്യം ബാധിക്കുക ശ്വാസകോശത്തെ ആയിരിക്കും. 5-ാം പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ബാധിക്കുക ശ്വാസകോശത്തെ ആയിരിക്കും. ഈ ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ അത് ഏതായിട്ട് മാറുകയാണ്? അതൊരു ന്യൂമോണിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ലക്ഷണമാണ് ചെവിയിലെ അണുബാധ. എന്താണ്? ചെവിയിലെ അണുബാധ. ചെവിയിലെ അണുബാധ വന്നാലും എന്താകും? എന്താണ്? 5-ാം പനി മൂലം വരുന്ന മറ്റൊരു കാരണമാണ് ഇത്, ചെവിയിലെ അണുബാധ. അതുപോലെ തന്നെ വയറിളക്കം ഉണ്ടാകും. ഏതാണ്? വയറിളക്കം. പിന്നെ വന്നിട്ട് ഈ എൻസെഫലൈറ്റിസ് ഇല്ലേ? എന്താണ് എൻസെഫലൈറ്റിസ്? എന്താണ് എൻസെഫലൈറ്റിസ് പറയുമ്പോൾ അതിന്റെ ലക്ഷണം എന്താണ്? തലച്ചോറിലെ വീക്കം. ഇത് വന്നു കഴിഞ്ഞാൽ എന്താകും? അതായത് അപൂർവമായിട്ട് തലച്ചോറിൽ വീക്കം സംഭവിക്കാറുള്ളൂ 5-ാം പനി വന്നു കഴിഞ്ഞാൽ. പക്ഷെ പെട്ടെന്നുള്ള മരണത്തിന് അത് കാരണമാകും കേട്ടോ. അപ്പോൾ 5-ാം പനി ബാധിച്ചാൽ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്താണ്? അത് ശ്വാസകോശത്തെ ബാധിച്ചിട്ട് അതൊരു ന്യൂമോണിയ ആയിട്ട് മാറും. പിന്നെ ചെവിയിലെ അണുബാധ ഉണ്ടാകും, വയറിളക്കം ഉണ്ടാകും, എൻസെഫലൈറ്റിസ്, തലച്ചോറിലെ വീക്കം. ഇതൊക്കെയാണ് ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നത്. 5-ാം പനി മൂലം ഉണ്ടാകുന്ന. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ മാൻഡോക്സ് ആണ് ആൻസർ. ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത് മാൻഡോക്സ് ആണ്. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റുകളൊക്കെ നോക്കാം. ക്ഷയരോഗം ചികിത്സിക്കാൻ നമ്മളിപ്പോൾ സ്ഥിരീകരിക്കുന്നതാണ് മാൻഡോക്സ് ടെസ്റ്റ് പറയുന്നത്. പിന്നെ ക്ഷയരോഗം ചികിത്സിക്കാനുള്ള വേറെ ടെസ്റ്റുകളാണ് ഏത്? ഒന്ന് TST. എന്താണ്? TST. പിന്നെ വന്നിട്ട് ടൈൻ ടെസ്റ്റും. ഏതാണ്? ടൈൻ ടെസ്റ്റും ക്ഷയരോഗത്തിനുള്ളതാണ്. ഇനി നമുക്ക് കുഷ്ഠം അല്ലേ? കുഷ്ഠം ചികിത്സിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? കുഷ്ഠം ലെപ്രമിൻ ആണ്. ഏതാണ്? ലെപ്രമിൻ. കുഷ്ഠം ടെസ്റ്റ് ആണ് ലെപ്രമിനും അതുപോലെ തന്നെ ഹിസ്റ്റമിനും. ഏതാണ്? ഹിസ്റ്റമിൻ. ലെപ്രമിൻ ആൻഡ് ഹിസ്റ്റമിൻ. ഓക്കെ ആണോ? അടുത്തത് നമുക്ക് ഡിഫ്തീരിയക്കുള്ള ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ ഷിക്ക് അല്ലേ? ഏതാണ്? ഷിക്ക് ടെസ്റ്റ് ആണ്. ഡിഫ്തീരിയക്ക് ഏതാണ്? ഷിക്ക്. ഇനി സിഫിലിസിന് ഏതുള്ളതാണ്? സിഫിലിസിന് VDRL. സിഫിലിസിന് VDRLും അതുപോലെ തന്നെ വാസർമാൻ ടെസ്റ്റും. ടൈഫോയിഡ് അതിപ്പോ നമ്മൾ പറഞ്ഞു അല്ലെ? ടൈഫോയിഡിന് ഏതാണ്? വൈഡൽ ടെസ്റ്റ് ആണ്. ടൈഫോയിഡിന് ഏതാണ്? വൈഡൽ ടെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈഡൽ, ബി ഓപ്ഷൻ വൈഡൽ. ടൈഫോയിഡിനുള്ളതാണ് വൈഡൽ ടെസ്റ്റ്. ഡെങ്കിപ്പനിക്ക് ഏതാണ് ടെസ്റ്റ്? ടൂർണിക്കറ്റ് ആണ്. ഡെങ്കിപ്പനിക്ക് ടൂർണിക്കറ്റ്. വർണ്ണാന്തതയ്ക്കുള്ളത് ഇഷിഹാര ടെസ്റ്റ് ആണ്. ഇനി മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഏതാണ്? മഞ്ഞപ്പിത്തം ബിലിറൂബിൻ ആണ്. ഏതാണ്? ബിലിറൂബിൻ ആണ് മഞ്ഞപ്പിത്തത്തിനുള്ള ടെസ്റ്റ്. ഇനി
മാലക്കണ്ണ് ഏതാണ് ടെസ്റ്റ്? റോസ് ബംഗാൾ ടെസ്റ്റ് ആണ്. റോസ് ബംഗാൾ ടെസ്റ്റ്. റോസ് ബംഗാൾ ടെസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലെ? ഇനി BCG കുത്തിവയ്പ്പ് നടത്തുന്നത് എന്തിനാ? അവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. BCG കുത്തിവയ്പ്പ് എന്തിനെതിരെയാണ്? ക്ഷയരോഗത്തിനെതിരെയാണ് അല്ലെ? BCG കുത്തിവയ്പ്പ് ക്ഷയരോഗത്തിനെതിരെയാണ് അല്ലെ? ഈ OPV എന്താണ്? OPV വാക്സിൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പോളിയോയ്ക്കാണ് അല്ലെ? OPV ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയും അല്ലെ? പോളിയോയ്ക്കാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയോ? ഹെപ്പറ്റൈറ്റിസ് ബി ഏത് രോഗത്തിനെതിരെ കുത്തിവെക്കുന്നതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിനാണ് കേട്ടോ. മഞ്ഞപ്പിത്തത്തിനാണ് ഏത് കുത്തിവെക്കുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി കുത്തിവെക്കുന്നത് കേട്ടോ. അതൊക്കെ അവിടെ പഠിച്ചു വെക്കണം. പിന്നെ അതേപോലെ ഈ DPT വാക്സിൻ കുത്തിവെക്കും. അതായത് ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്. ഡിഫ്തീരിയ, പെർട്ടുസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില്ലൻ ചുമയാണ്. പിന്നെ ടെറ്റനസിനാണ് DPT കുത്തിവെപ്പ് നടത്തുന്നത് കേട്ടോ. ഇനി TD കുത്തിവെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അതായത് തന്നെ ടെറ്റനസും ഡിഫ്തീരിയുമാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണേ, ക്ഷയരോഗം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് TSTയും ടൈം ടെസ്റ്റും. എന്നാൽ ക്ഷയരോഗം സ്ഥിരീകരിക്കാൻ, അത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഇത് മാൻഡോക്സ്. കുഷ്ഠത്തിനാണെങ്കിൽ ലെപ്രമിനും ഹിസ്റ്റമിനും, ഡിഫ്തീരിയക്കാണെങ്കിൽ ഷിക് ടെസ്റ്റ്, സിഫിലിസിന് VDRLും വാസർമാനും, ടൈഫോയിഡിന് വൈഡൽ ടെസ്റ്റ്, ഡെങ്കിപ്പനിക്ക് ടൂർണിക്കറ്റ്, വർണ്ണാന്തതയ്ക്ക് ഇഷിഹാര ടെസ്റ്റ്, മഞ്ഞപ്പിത്തത്തിന് ബിലിറൂബിൻ ടെസ്റ്റ്. മനുഷ്യ ശരീരത്തിലെ അനുബന്ധ അസ്ഥികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എപ്പോഴും അസ്ഥികൾ പഠിക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണ് ഉള്ളത്? മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണ്? 206 അസ്ഥികളാണ്. അതിൽ അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത്, അക്ഷാസ്ഥികൂടവുമുണ്ട് അനുബന്ധാസ്ഥികൂടവുമുണ്ട് അല്ലെ? അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം. ഓക്കെ ആണോ? അതിൽ അക്ഷാസ്ഥികൂടം 80, അനുബന്ധാസ്ഥികൂടം 126. അക്ഷാസ്ഥികൂടത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ, അതായത് സെൻട്രൽ ആക്സിസിൽ കാണപ്പെടുന്നതാണ്. എവിടെയാണ്? നമ്മുടെ ശരീരത്തിന്റെ സെൻട്രൽ ആക്സിസിൽ, അതായത് കേന്ദ്ര അക്ഷത്തിൽ. എവിടെയാണ്? കേന്ദ്ര അക്ഷത്തിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത്? 80. ഓക്കെ ആണോ? അതിനാൽ അനുബന്ധാസ്ഥികൂടം 126 ആണ് കേട്ടോ. അനുബന്ധാസ്ഥികൂടം 126 ആണ്. അതായത് കേന്ദ്ര അക്ഷത്തിലേക്ക്, മനസ്സിലായോ? ഈ കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നതാണ് ഏത്? അനുബന്ധം. അതായത് കേന്ദ്രാക്ഷത്തോടു കൂടി ചേർന്നതാണ് ഒരു അനുബന്ധം. നമ്മളിപ്പോ ഒന്നിനോട് എന്ന് പറയുമ്പോൾ അനുബന്ധമായി നിൽക്കുക എന്നാണല്ലോ പറയാ. ആ ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളാണ് ഏത്? അനുബന്ധാസ്ഥികൂടം. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വന്നത്? അനുബന്ധ അസ്ഥികളുടെ എണ്ണം ചോദിച്ചപ്പോൾ നമ്മൾ എത്ര പറയണം? 126. ടോട്ടൽ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 206. അക്ഷാസ്ഥികൂടം എത്ര എന്ന് ചോദിച്ചാൽ 80. ഈ അക്ഷാസ്ഥികൂടത്തിലെ 80 അസ്ഥികൾ നമ്മൾ പറഞ്ഞു അല്ലെ? എത്രയാണ് പറഞ്ഞത്? 80 അസ്ഥികൾ എന്ന് പറഞ്ഞു അക്ഷാസ്ഥികൂടത്തില്. ആ 80 എണ്ണത്തിൽ ഏതൊക്കെ വരും? ഒന്ന് തലയോട്ടില്. ഏതിലാണ്? തലയോട്ടില് 29 അസ്ഥി വരും. മാറെല്ലിൽ അല്ലെ? മാറെല്ലില് എത്ര അസ്ഥി? ഒരസ്ഥി വരും. വാരിയെല്ലില് എത്ര അസ്ഥികളാണ്? 24 അസ്ഥിയാണ്. 24 അസ്ഥി പറഞ്ഞാൽ 12 ജോഡി. എത്രയാണ്? 12 ജോഡിയാണ്. 12 ജോഡി പറയുമ്പോൾ ഒരു ജോഡി പറഞ്ഞ 2 എണ്ണം അല്ലേ? 12 ജോഡി പറഞ്ഞ 24. വാരിയെല്ലില് പറഞ്ഞ 24 ആണ്. 12 ജോഡിയാണ്. ഇനി നട്ടെല്ലിൽ എത്രയാണ്? 26. അങ്ങനെ 29ഉം 26ഉം 24ഉം ഒന്നും കൂടി കൂട്ടുമ്പോൾ എത്ര അസ്ഥികളായി? 80 അക്ഷാസ്ഥികളായി. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത് 126 അനുബന്ധ അസ്ഥികൾ ഉണ്ട് അല്ലെ? ആ 126 അനുബന്ധ അസ്ഥികൾ ഏതൊക്കെ വരും? കൈകളിൽ അല്ലെ? കൈകളിൽ എത്ര അസ്ഥിയാണ്? നമ്മുടെ കൈകളിൽ അസ്ഥി ഒരു കയ്യിൽ വന്നിട്ട് 30 എണ്ണം. അപ്പൊ രണ്ട് കയ്യിലും കൂടി എത്ര വന്നു? 60. അതായത് 30 × 2 60. ഇനി കാല് അല്ലെ? കാലുകളിൽ എത്ര അസ്ഥിയാണ്? അതും ഒരു കാലിൽ എത്ര തന്നെയാണ്? 30 തന്നെയാണ്. അപ്പൊ രണ്ട് കാലിലും കൂടി ഉണ്ടാകുമ്പോൾ 60. അതും 30 × 2 60. ഇനി തോള്, നമ്മുടെ രണ്ട് തോൾ വശമുണ്ട് അല്ലെ? ഒരു തോളാണ് നമുക്കുള്ളത്? അല്ല, രണ്ട് തോൾ വലയുണ്ട് അല്ലെ? ആ ഒരു തോൾ വലയത്തില് എത്രയാണ്? 2 എണ്ണമാണ്. അപ്പൊ രണ്ട് തോൾ വലയത്തിലാകുമ്പോൾ 4. 2 2 അല്ലെ? 2 × 2. രണ്ട് തോൾ വലയം 2 അസ്ഥികൾ. 2 × 2 4. ഇനി ഇടുപ്പ്.
മനസ്സിലായോ? ഇടുപ്പില് എത്രയാണ്? 2 എണ്ണമാണ്. ഇടുപ്പിൽ എത്രയാണ്? 2 എണ്ണം ട്ടോ. അങ്ങനെയാണ് ഇവിടെ എത്ര വരുന്നത്? 126 വരുന്നത്. ക്ലിയർ? ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഇതൊന്ന് കൺഫ്യൂഷൻ ആകും അല്ലേ? ഇത് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഏതാണ്? ജീവകം ഡി ആണ്. ഏതാണ്? വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. എന്താണ് ജീവകം ഡിയുടെ പ്രത്യേകത? അതായത് ഈ നമ്മുടെ ശരീരത്തിൽ ട്ടോ, ശ്രദ്ധിക്കണേ, വിറ്റമിൻ ഡി അല്ലേ? വിറ്റമിൻ ഡി ആണ്. ഓക്കെ, ഈ വിറ്റമിൻ ഡിയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ശരീരത്തില് കാൽസ്യത്തിന്റെ ആഗിരണം കണ്ടോ? കാൽസ്യത്തിന്റെ ആഗിരണം വൃക്കകളുടെ സുഗമമായ പ്രവർത്തനത്തിന്, 2 പോയിന്റ് നന്നായി പഠിക്കണേ. വൃക്കകളുടെ സുഗമമായ പ്രവർത്തനത്തിനും ഏത് ആവശ്യമാണ്? വൈറ്റമിൻ ഡി ആവശ്യമാണ്. കാൽസ്യത്തിന്റെ ആഗിരണത്തിനും വൃക്കകളുടെ സുഗമമായ പ്രവർത്തനത്തിനും ജീവകം ഡി അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ജീവകം ഡിയെ എന്തു പറയുന്നത്? വൃക്ക ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ജീവകം ഡിയുടെ രാസനാമം എന്താണ്? ജീവകം ഡിയുടെ കാൽസിഫെറോൾ ആണ്. ജീവകം ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ ആണ്. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോളുകളാണ്. നമ്മുടെ അസ്ഥികൾക്ക്, അതുപോലെ നമ്മുടെ പല്ലുകൾക്ക് ഒക്കെ ആരോഗ്യത്തിന്, രണ്ടിനും ആരോഗ്യം വേണമെങ്കിൽ ഏത് വേണം? വൈറ്റമിൻ ഡി വേണം അല്ലേ? അതേപോലെ തന്നെ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് അല്ലേ? എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്ന്. സൂര്യപ്രകാശത്തിലെ UV റേസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് അല്ലേ? അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും അല്ലേ? സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. എന്നാൽ വൈറ്റമിൻ ഡിയുടെ തന്നെ 2 രൂപങ്ങൾ, D2 ഉണ്ട്, D3 ഉണ്ട്. D2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എർഗോ കാൽസിഫെറോൾ ആണ്. എർഗോ കാൽസിഫെറോൾ ആണ്. എങ്കിൽ വൈറ്റമിൻ D3 എന്താണ് അറിയപ്പെടുന്നത്? കോൾ കാൽസിഫെറോൾ എന്നാണ്. കോൾ കാൽസിഫെറോൾ. അപ്പൊ വൈറ്റമിൻ D1 ആണ് ഏത്? കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത്. അത് നമ്മളിവിടെ പറഞ്ഞു അല്ലേ? കാൽസിഫെറോൾ D1 അല്ലേ? കാൽസിഫെറോൾ. D2 എർഗോ കാൽസിഫെറോൾ. D3 കോൾ കാൽസിഫെറോൾ. പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഇനി വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന അസുഖമാണ് ഏത്? റിക്കറ്റ്സ്. ഏതാണ്? റിക്കറ്റ്സ്. അതായത് മറ്റൊരു പേരാണ് കണ എന്ന് പറയും. എന്നാൽ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവരിൽ ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ഓസ്റ്റിയോപൈറോസിസ് ആണ്. ഏതാണ്? ഓസ്റ്റിയോപൈറോസിസ് ആണ്. എന്താ ഓസ്റ്റിയോപൈറോസിസിന്റെ പ്രത്യേകത? നമ്മുടെ അസ്ഥികളൊക്കെ ദുർബലമായിട്ട് എന്ത് ചെയ്യും? പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപൈറോസിസ് എന്ന് പറയുന്നത്. പഠിച്ചല്ലോ. വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ കാൽസ്യത്തിന്റെ ആഗിരണത്തിനും വൃക്കകളുടെ സുഗമമായ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ വൃക്ക ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. അതായത് വൈറ്റമിൻ ഡിയുടെ രാസനാമം കാൽസിഫെറോൾ ആണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും സൂര്യപ്രകാശത്തിലെ UV റേസിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൺഷൈൻ വൈറ്റമിൻ എന്നും സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നതും വൈറ്റമിൻ D1 കാൽസിഫെറോൾ ആണെങ്കിൽ വൈറ്റമിൻ D2 എർഗോ കാൽസിഫെറോൾ ആണ്. D3 കോൾ കാൽസിഫെറോൾ ആണ്. കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറഞ്ഞ റിക്കറ്റ്സ്, അതായത് കണയ്ക്ക് കാരണമാകും. മുതിർന്നവരിലാണെങ്കിൽ അത് ഓസ്റ്റിയോപൈറോസിസിന് കാരണമാകുന്നുണ്ട്. എങ്കിൽ ജീവകം സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ് അല്ലേ? ജീവകം രാസനാമം സിയുടെ അസ്കോർബിക് ആസിഡ് ആണ്. ജീവകം എയുടെ എന്താണ്? റെറ്റിനാൾ ആണ്. ജീവകം എ റെറ്റിനാൾ ആണ്. ജീവകം ഇ എന്താണ്? ടോക്കോഫിറോൾ ആണ്. ജീവകം ഇയുടെ രാസനാമം എന്താണ്? ടോക്കോഫിറോൾ. താഴെ പറയുന്നവയിൽ അർബുദ രോഗ ലക്ഷണമല്ലാത്തത് ഏതാണ്? ക്യാൻസറിന്റെ ലക്ഷണം അല്ലാത്തത് ഏതാണ് ചോദ്യം. ഇവിടെ ഏതാണ് ആൻസർ വരിക? വേഗത്തിൽ ശരീരഭാരം കൂടുക. വേഗത്തിൽ ശരീരഭാരം കൂടുന്നതല്ല, അതായത് നമ്മുടെ ശരീരഭാരം കുറയുന്നതാണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, എന്നാൽ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് ഏതിന്റെ ലക്ഷണമാണ്? ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. നിരന്തരമായ ചുമ, സ്തനങ്ങളിലെ തടിപ്പുകൾ, മുഴകള്, നിറം മാറുകയോ വലുതാവുകയോ ചെയ്യുന്ന മറുകുകള്, പുള്ളികള്, ഇതൊക്കെ എന്താണ്? അർബുദ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഒന്നും ഇവിടെ നമ്മൾ പറഞ്ഞു നിർത്താതെയുള്ള ചുമ എന്ന് പറഞ്ഞു അല്ലെ? ഈ നിർത്താതെയുള്ള ചുമ എന്തിനാണ്? ലങ് ക്യാൻസർ ആണ്. അതായത് ശ്വാസകോശ ക്യാൻസറിന് കാരണമാകും. ഏതിനാണ്? ശ്വാസകോശ ക്യാൻസർ
ക്യാൻസറിന് കാരണമാകുന്നതാണ് നിരന്തരമായ ചുമ എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ തൊണ്ടയിലൊക്കെ എന്താകും, ക്യാൻസറിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേഗത്തിൽ ശരീരഭാരം എന്ത് ചെയ്യണം, കുറയുകയാണ് അല്ലേ. അതായത് ഇപ്പൊ ഭക്ഷണം നമ്മൾ കുറയ്ക്കുന്നൊന്നുമില്ല, സാധാരണ നോർമലി ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, പെട്ടെന്ന് ശരീരഭാരം കുറയുന്നത് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഭാരം കൂടുക എന്നുള്ളത് എന്ത് ചെയ്യുന്ന തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ സ്ഥലങ്ങളിൽ തടുപ്പുകളും മുഴകളും അല്ലേ. ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം, സ്ഥലങ്ങളിൽ എന്തെങ്കിലും ചെറിയ തടുപ്പോ മുഴകളോ ഉണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസറിന് കാരണമാകും കേട്ടോ. പക്ഷെ സ്ഥലത്തിൽ മാത്രമല്ല മറ്റു ഭാഗങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇനി മറുകുകളിൽ മാറ്റം, ശരീരത്തിലെ മറുകുകളുടെ നിറം മാറുക, അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഭേദമാകാതെ കുറെ കാലം നിൽക്കുക, അതൊക്കെ എന്താണ്, സ്കിൻ ക്യാൻസറിന് കാരണമാകും. അതൊക്കെ സ്കിൻ ക്യാൻസർ. ഇത് വന്നിട്ട് സ്കിൻ ക്യാൻസറിന്, ഇത് വന്നിട്ട് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിന് നിരന്തരമായ ചുമ ലങ് ക്യാൻസറിന് കാരണമാകുന്നു. അടുത്ത നോക്കുക, എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്? PSC വേറെ ഏത് ക്വസ്റ്റ്യൻ ഇല്ല അല്ലേ. ക്വസ്റ്റ്യന്റെ ദാരിദ്ര്യം പോലെയാണ് PSC ഇട്ടിരിക്കുന്നത്. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? മാർച്ച് 4-നാണ് കേട്ടോ. മാർച്ച് 4-ആണ് വേൾഡ് ഒബേസിറ്റി ഡേ. വേൾഡ് ഒബേസിറ്റി ഡേ, ലോക പൊണ്ണത്തടി ദിനം എന്നാണ് മാർച്ച് 4. മാർച്ച് 4. അതായത് പൊണ്ണത്തടി എന്ന് പറയുന്നത് ഒരു രോഗമാണ് എന്ന് തിരിച്ചറിയാനും അതിനെതിരെ ബോധവൽക്കരണം നടത്താനും വേണ്ടിയിട്ടാണ് ഈ ദിനം ലക്ഷ്യമിട്ടത്. നമുക്കറിയാം ഒരുപാട് പേര് വ്യായാമക്കുറവ് കൊണ്ടും പ്രമേഹം കൊണ്ടും ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടും ഹൃദ്രോഗങ്ങൾ കൊണ്ടും സന്ധിവേദനകൾ കൊണ്ടും ക്യാൻസറുകൾ കൊണ്ടും ക്യാൻസറും ഒക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ഈ അമിതമായ ഒബീസിറ്റി, വണ്ണം കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതെന്താ, നമ്മൾ ശരിയല്ലാത്ത നമ്മുടെ ഭക്ഷണക്രമങ്ങളും വ്യായാമമില്ലായ്മയും പാരമ്പര്യങ്ങളും ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. പക്ഷെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം, അത് തടയാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓരോരോ വൈറസുകൾ, ഓരോരോ പ്രശ്നങ്ങൾ അല്ലേ. എപ്പോഴും എന്താണ്, ഇപ്പോൾ ഓരോരോ ഇതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാണ് അല്ലേ. മാർബർഗ് വൈറസ് എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? ടാൻസാനിയയിലാണ് കേട്ടോ. ഈ ടാൻസാനിയയിലാണ് മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായിട്ട് കണ്ടത്. അതായത് ഇതൊരു എബോള വൈറസ് കുടുംബത്തിൽപ്പെട്ടതാണ് കേട്ടോ. എബോള വൈറസ് ആണ്. ഏതാണ്? എബോള വൈറസ് കുടുംബത്തിൽപ്പെട്ട അതിതീവ്രമാണ് കേട്ടോ. ഇത് അതിതീവ്രമാണ്. അതുപോലെ തന്നെ നല്ല മാരകമായിട്ടുള്ള ഒരു ഹെമറാജിക് പനിയാണ് ഏത്? മാർബർഗ് വൈറസ് രോഗം. വല്ലാത്തൊരു പനിയായിരിക്കും വരിക, കടുത്ത പനി, നമുക്ക് തലവേദനിക്കുക, നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ വേദനിക്കുക, പിന്നെ നമ്മുടെ ശരീരത്തിലൊക്കെ ചുവന്ന പാടുകൾ ഉണ്ടാകുക, അതായത് ചുണങ്ങുകൾ പോലെ പാടുകൾ ഉണ്ടാകുക, ഛർദി, വയറിളക്കം, കടുത്ത വയറുവേദന, പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഈ രോഗം അതായത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലൂടെയും വായിലൂടെയൊക്കെ അതുപോലെ മലദ്വാരത്തിലൂടെയൊക്കെ രക്തസ്രാവം വരും. ഇതൊക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിതീവ്രമാണ് എന്ന് പറഞ്ഞത് കേട്ടോ. അതായത് ഇത് പകരുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ആഫ്രിക്കൻ വവ്വാലുകളില്ലേ, ആഫ്രിക്കൻ വവ്വാൽ അല്ലേ, ആഫ്രിക്കൻ വവ്വാൽ, അതിൻ്റെ ഒരു വൈറസാണ്. ആഫ്രിക്കൻ വവ്വാലിലൂടെ വരുന്ന ഒരു വൈറസാണ്. ആ വൈറസിന്റെ പേര് എന്താന്ന് ചോദിച്ചാൽ റൂസെറ്റസ് ഈജിപ്റ്റിയാക്കസ് എന്ന വൈറസ് ആണ്. അതായത് ആഫ്രിക്കൻ വവ്വാലുകളിൽ നിന്നും വരുന്നതാണ് ഈ വൈറസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ സ്വാഭാവിക വാഹകർ എന്ന് പറയുന്നത് കേട്ടോ. ആഫ്രിക്കൻ വവ്വാലുകളിൽ നിന്നും വരുന്ന റൂസെറ്റസ് ഈജിപ്റ്റിയാസസ് എന്ന സ്വാഭാവിക വാഹകരാണ്, വൈറസ് വിഭാഗത്തിൽപ്പെട്ട വാഹകരാണ് ഈ മാർബർഗ് വൈറസ് രോഗത്തിന് കാരണമാകുന്നത്. ഇപ്പൊ പൊട്ടിപ്പുറപ്പെട്ടത് ടാൻസാനിയയിലാണ്. കറണ്ട് അഫെയർ ആണ്, പഠിക്കേണ്ടതാണ് കേട്ടോ. ഇത് ഒരു എബോള വൈറസ് ഇനത്തിൽപ്പെട്ട എബോള വൈറസ്. ഓരോരോ ഫാമിലികൾ ഉണ്ടാവുമല്ലോ, ബാക്ടീരിയയുടെ ഒരു ഫാമിലി, വൈറസിന്റെ ഒരു ഫാമിലി, ഫംഗസിന്റെ ഒരു ഫാമിലി, അങ്ങനെ ഫാമിലി. ആ എബോള ഫാമിലിയിൽ വരുന്നതാണ് ഏത്? ഈ വൈറസ് എന്ന് പറയുന്നത്. കേരളത്തിലെ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ് സപ്തഭാഷാ സംഗമഭൂമി എന്ന് പറയുന്നത്. സപ്തഭാഷ പറയുമ്പോൾ 7 ഭാഷകൾ കേട്ടോ. അതേപോലെ നമ്മുടെ കേരളത്തില് സ്പൈസസ് പാർക്ക് നിലവിൽ വരാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കേരളത്തില് സ്പൈസസ് പാർക്കാണ്. കേരളത്തിൽ സ്പൈസസ് പാർക്ക് നിലവിൽ വരാൻ പോകുന്ന ജില്ലയും കാസർഗോഡ് ജില്ലയിലാണ്. എന്നാൽ കേരളത്തിൽ ആദ്യം സ്പൈസസ് പാർക്ക് എവിടെ വന്നിട്ടുണ്ട്? ആദ്യം ഇടുക്കി ജില്ലയിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട്. എവിടെ? ഇടുക്കി ജില്ലയിലെ പുറ്റടിയിൽ. എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി
എവിടെയാ വരാൻ പോകുന്നത്? പുതിയ സ്പൈസസ് പാർക്ക് വരാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ എവിടെയാണ്? ചീമേനിയിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് ഇനി അടുത്ത പുതിയ ഒരു സ്പൈസസ് പാർക്ക് നിലവിൽ വരാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം, അതായത് ആകർഷണ ബലം എന്നാണ് കേട്ടോ. ഇവിടെ ആകർഷണ ബലം എന്നാണ്. F ആണെങ്കിൽ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയായിരിക്കും? എക്സാം ഹാളിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പോകണ്ട. അപ്പൊ ഇതിനിവിടെ ഒരു എളുപ്പമുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊരു കാര്യം ചെയ്യുക, 2-3 പ്രാവശ്യം വായിക്കുക. എന്നിട്ട് ഞാൻ പറയാറില്ലേ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോട്ട് ചെയ്ത് വെക്കണം പറയാറില്ലേ, അതിലേക്ക് ഈ ക്വസ്റ്റ്യൻ പകർത്തി എഴുതുക. ഇടയ്ക്ക് എടുത്തിട്ട് ഇതിന്റെ എന്താണ് ഇതിൽ പറഞ്ഞതെന്നുള്ള മനസ്സിലാക്കുക. വീണ്ടും ക്വസ്റ്റ്യൻ വരുമ്പോൾ വീണ്ടും റിപ്പീറ്റേഷൻ വരും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്ക് 30 കിലോഗ്രാം പിണ്ഡമുള്ള, 30 കിലോഗ്രാം പിണ്ഡം എന്ന് പറയുമ്പോൾ മാസ് അല്ലേ, അത് പിണ്ഡമുള്ള ഒരു വസ്തു, നമ്മളിവിടെ ഒരു വസ്തു എന്നെ എഴുതി. ഇനി ഇവിടെ എന്താ പറഞ്ഞത്? 60 കിലോഗ്രാം പിണ്ഡമുള്ള മാസുള്ള ഇവിടെ മറ്റൊരു വസ്തു ഉണ്ട്. ഇവിടെ വസ്തു എന്ന് എഴുതി. എന്ത് ചെയ്തു? മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം F ആണെങ്കിൽ, ഇവിടെ എന്താ ചോദ്യം വായിച്ചിരിക്കുന്നത്? ഒന്നും കൂടി ചോദ്യം വായിക്കേ. 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ, അതായത് വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തു. അപ്പൊ ഈ 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു എന്ത് ചെയ്യാണ്? ഈ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ F എന്നൊരു ആകർഷണ ബലം അല്ലേ, പ്രയോഗിച്ച ആകർഷണ ബലം ഏതാന്ന് ഇവിടെ പറഞ്ഞത്? F എന്ന് പറഞ്ഞു അല്ലെ. F ആണെങ്കിൽ ഇനി ഈ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയായിരിക്കുന്ന ചോദ്യത്തിൽ മനസ്സിലായോ? അപ്പൊ ഇവിടെ ചോദിച്ചത് എങ്ങനെയാ പറഞ്ഞത്? ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം F എന്ന് പറഞ്ഞു. എങ്കിൽ തിരിച്ചു പറ, 30 കിലോയിൽ നിന്നും പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാമിൽ മാസിൽ എത്രയായിരിക്കും പ്രയോഗിക്കുക? ഇവിടെ ആൻസർ F തന്നെയാണ്. പഠിച്ചു വെക്കണേ, F തന്നെയാണ്. അതായത് ഒരു വസ്തു A എന്നിട്ടോ ഒരു വസ്തു B എന്നിട്ടോ അത് എത്രയോ മാസ് ആയിക്കോട്ടെ, Aയുടെ ചിലപ്പോൾ മാസ് 10 ആയിരിക്കാം, ഇതൊരു 60 ആയിരിക്കാം, അത് വിട്ടോ. മനസ്സിലായോ? അപ്പൊ A എന്ന വസ്തു Bയിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം F ആണെങ്കിൽ തിരിച്ച് Bയിൽ നിന്നും Aയിലേക്ക് കൊടുക്കുന്ന ആകർഷണ ബലവും എന്ത് തന്നെ ആയിരിക്കും? F തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് ഇതിൽ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് ന്യൂട്ടന്റെ 3-ാം ചലന നിയമം ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ന്യൂട്ടന്റെ 3-ാം ചലന നിയമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യൂട്ടന്റെ 3-ാം ചലന നിയമം അനുസരിച്ചിട്ട് എന്താ പറയുന്നത്? ന്യൂട്ടന്റെ 3-ാം ചലന നിയമം ഏതൊരു പ്രവർത്തനത്തിനും, ന്യൂട്ടന്റെ 3-ാം ചലന നിയമം എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും എന്തുണ്ട്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? ഇതാണ് ഈ നിയമത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇത് ചലന നിയമം അനുസരിച്ചിട്ടാണെങ്കിലും ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചലന നിയമം അനുസരിച്ചിട്ടാണെങ്കിലും അത് ഗുരുത്വാകർഷണ നിയമത്തിലും ഇത് കണ്ടീഷൻ ഒരു തന്നെയാണ്. ഗുരുത്വാകർഷണ നിയമത്തിലും ചലന നിയമത്തിലും ഈ എന്താണ്? ഇതേ ഇത് തന്നെയാണ്, ഒരേ പ്രവർത്തനം തന്നെയാണ് നടക്കുക കേട്ടോ. ഗുരുത്വാകർഷണ ബലത്തിന്റെ കാര്യത്തിലും ചലന നിയമത്തിന്റെ കാര്യത്തിലും ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആകർഷണ ബലം സെയിം ആയിരിക്കും. തെറ്റിക്കാൻ പാടില്ല. ചലന നിയമത്തിലാണെങ്കിലും ഗുരുത്വാകർഷണ ബലത്തിലാണെങ്കിലും എന്താണ്? അങ്ങനെ രണ്ട് വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലം എപ്പോഴും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് അത് തിരിച്ചും F തന്നെ വന്നത്. അപ്പൊ ന്യൂട്ടന്റെ 3-ാം ചലന നിയമം എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ
ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. ഒരേ താപനിലയാണ് ഇന്ന് സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗത. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗതയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. ആൻസർ ഇസ് ബി ആണ്. ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഓക്കെ ആണല്ലോ. അതായത് ഇപ്പൊ ഒരു വായുവിൽ ഈർപ്പമുണ്ട് എന്ന് വെക്കുക. വായുവില് ഈർപ്പം ഉണ്ട്. ഓക്കെ, എന്നാൽ ഇവിടെ എന്താണ്? വരണ്ടതാണ്. ഈർപ്പമില്ല, വരണ്ടതാണ്. അപ്പൊ ശബ്ദത്തിന് വേഗത ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ഈർപ്പമുള്ള വായുവിൽ വേഗത കൂടുതലായിരിക്കും. വേഗത കൂടുതൽ. ശബ്ദം എവിടെയായിരിക്കും? ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇവിടെ വേഗത കുറവാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഈർപ്പം എവിടെയായിരിക്കും? ഈർപ്പമുള്ള സ്ഥലത്ത് ശബ്ദത്തിന് വേഗത കൂടുതലായിരിക്കും. വരണ്ട ഭാഗത്ത് ശബ്ദത്തിന് വേഗത കുറവായിരിക്കും. അതായത് ഇവിടെ എന്താണെന്നറിയോ? ഇതിങ്ങനെ ആകാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ജലബാഷ്പം കൂടുന്ന സമയത്ത് നമ്മുടെ വായുവില്, എയറില് ജലബാഷ്പം, അതായത് ഹ്യൂമിഡിറ്റി, ജലബാഷ്പത്തിന് ഇംഗ്ലീഷ് എന്താണ്? ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് എന്തായിരിക്കും? വായുവിന്റെ ഡെൻസിറ്റി എന്താണ് അവിടെ സംഭവിക്കുക? ഡെൻസിറ്റി പറഞ്ഞാൽ സാന്ദ്രത എന്ത് ചെയ്യും? കുറയുന്നു. മനസ്സിലായോ? കുറയുന്നു. അതായത് ഈർപ്പമുള്ള വായുവില് ശബ്ദത്തിന് വേഗത കൂടുതലും വരണ്ട ഭാഗത്ത് ശബ്ദത്തിന് വേഗത കുറവുമാകാൻ കാരണം നമ്മുടെ വായുവിൽ ഹ്യൂമിഡിറ്റി കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഡെൻസിറ്റി, വായുവിന്റെ ഡെൻസിറ്റി, സാന്ദ്രത കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലൂടെ എന്ത് ചെയ്യും? സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലൂടെ ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കും കേട്ടോ. അവിടെ ശ്രദ്ധിക്കണേ. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ എന്തായിരിക്കും? ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കും. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തില് ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കും. അതിനാൽ എന്ത് ചെയ്യാണ്? ഈർപ്പമുള്ള വായുവില് ഉണങ്ങിയ വായുവിനേക്കാൾ ശബ്ദം, ഡ്രൈ എയറിനേക്കാൾ എന്ത് ചെയ്യും? ശബ്ദം വേഗത്തിൽ സഞ്ചരിക്കും. ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ? ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായിട്ട് അടയാളപ്പെടുത്തിയത്? അപ്പൊ ISROയുടെ 100ാമത്തെ ദൗത്യം എന്നറിയപ്പെടുന്നത് NVS-02 ആണ്. NVS-02 ആണ്. അതായത് നമ്മുടെ ISROയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യമാണ് ഇത്. NVS-02. തെറ്റിക്കരുതേ. NVS-02. അതായത് ഏതാണ് റോക്കറ്റ്? GSLV F-15 എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വിക്ഷേപണം നടന്നത്. GSLV F-15 എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് NVS-02നെ എന്ത് ചെയ്തത്? 2025 ജനുവരി മാസം 9ാം തീയതി വിക്ഷേപിച്ച് വിജയകരമായിട്ട് പൂർത്തിയാക്കിയത് കേട്ടോ. അപ്പൊ GSLV F-15 ആക്കണേ, ചോദിച്ചിട്ടുണ്ട്. ISROയുടെ 100ാമത്തെ ദൗത്യം ഏത് റോക്കറ്റാന്ന് ചോദിച്ചിട്ടുണ്ട്. GSLV F-15 ആണ്. NVS-02 ആണ് കേട്ടോ. NVS-0 വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? NVS-02 ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? അതായത് ഈ നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം GPS ഉണ്ടല്ലോ, അതിന്റെ സംവിധാനമാണ് ഏത്? നാവിക്. ഏതാണ്? നാവിക്. ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമാണ് ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമാണ് ഏത്? നാവിക്. അത് വിപുലീകരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാം തലമുറയിൽപ്പെട്ട NVS-02 എന്ന നാവിഗേഷൻ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഏതാണ് റോക്കറ്റ്? GSLV അല്ലേ? അതായത് ISROയുടെ തന്നെ ഏറ്റവും വലിയ റോക്കറ്റുകളിൽ ഒന്നാണ് ഏത്? GSLV-കൾ പറയുന്നത്. ആ GSLV-15 ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത? ഉപഗ്രഹത്തെ കൃത്യമായിട്ടുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചത്. അപ്പൊ ഇന്ത്യയുടെ 100ാമത്തെ ദൗത്യം എന്തിനാ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ
ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമായ നാവിക് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് NVS-02 ഉപഗ്രഹം വിക്ഷേപണം ദൗത്യകരമായിട്ട് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചതും. ഉപയോഗിച്ച വാഹനം റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ GSLV F-15 ആണ്. 2025 ജനുവരി 9-നാണ് വിക്ഷേപിച്ചത്. ഓക്കെ, നമ്മൾ ഇന്ന് ക്ലാസ് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഈ ആ 3/2026 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുൾ GK വിഭാഗവും കറണ്ട് അഫെയർ ഒക്കെ വർക്കൗട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. 2 ദിവസം മുമ്പ് നടന്നൊരു എക്സാമിലെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ 18-ാം തീയതിയുള്ള എക്സാമിന് അത് നല്ലൊരു മുതൽക്കൂട്ടാകും. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോൾ അടുത്തടുത്താണല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു രീതിയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വേണം. തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ക്ലാസ് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ അത് തന്നെ വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക. ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഓക്കെ, വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണുക കേട്ടോ. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് അംഗമാവുക. താങ്ക് യു. 30 ഡേയ്സ് ചാലഞ്ച് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. 30 ഡേയ്സ് ചാലഞ്ച് ചെയ്യുക. അതിന് മുന്നും നമ്മൾക്ക് ഓരോ സബ്ജക്റ്റുകളും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കണ്ട് പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.